എയർ ഡ്രോപ്പ് പോലത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൻഡ്രോയിഡിൻ്റെ ആ ഒരു ട്രാൻസ്ഫർ സെറ്റപ്പാണ് നിയർ ബൈ ഷെയർ. അത് അറിയാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ ഈ ഇടയ്ക്ക് വിൻഡോസിന് വേണ്ടി നിയർ ബൈ ഷെയർ അതിൻ്റെ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം, വിൻഡോസ് PC-ലും അതുപോലെ തന്നെ ലാപ്ടോപ്സിലും മാത്രമേ അത് വർക്ക് ആവുള്ളൂ. PC ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അതിനകത്ത് ബ്ലൂടൂത്തും അതുപോലെ വൈഫൈയും ഉണ്ടായിരിക്കണം. ഇപ്പോൾ എല്ലാ ലാപ്ടോപ്സിലും അതുള്ളതുകൊണ്ട് ലാപ്ടോപ്പുകൾക്ക് വിഷയം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റപ്പിലേക്ക് വരാം. ഫസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രൗസർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഞാൻ കൊണ്ട് എഡ്ജാണ് ഓപ്പൺ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ നിയർ ബൈ ഷെയർ സെർച്ച് ചെയ്യുക. ഗൂഗിൾ നിയർ ബൈ ഷെയർ ഫോർ വിൻഡോസ് അടിക്കുക. ഫസ്റ്റ് നിങ്ങൾക്ക് ലിങ്ക് കാണാൻ പറ്റും തോന്നുന്നു. അതെ, ഇവിടെ ലിങ്ക് കാണാൻ പറ്റും. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു ഗൂഗിളിൻ്റെ സൈറ്റിൽ വരും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കാണാൻ പറ്റും. പിന്നെ കുറച്ച് റിക്വയർമെൻറ്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. താഴെ 64 ബിറ്റ് ആയിരിക്കണം, അതുപോലെ വെർഷൻ 10 ഓർ ലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബ്ലൂടൂത്തും വൈഫൈ റിക്വയർഡ് ആണ്. അപ്പോൾ അത് സപ്പോർട്ട് എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്ത് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഞാനിവിടെ വിൻഡോസ് 10 ആണ് യൂസ് ചെയ്യുന്നത്. വിൻഡോസ് 11 ഇതേപോലെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ ക്രോം ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു ഏകദേശം ടൈമാണ് എടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ സിസ്റ്റം പോലെ ഇരിക്കും. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ തന്നെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ കാണാൻ പറ്റുന്നത് ഇതായിരിക്കും, ഗൂഗിളായിട്ട് സൈൻ ചെയ്യാനോ. അപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് എടുക്കുക, സൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ സൈൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻ്റർഫേസ് ആണ് കാണാൻ പറ്റുക. നമ്മുടെ അക്കൗണ്ടിലൂടെ കാണാൻ പറ്റും, അതുപോലെ തന്നെ സെറ്റിംഗ്സ് ആയിട്ട് കാണാൻ പറ്റും. സെറ്റിംഗ്സിനകത്ത് നമുക്ക് ആ ഒരു ഡയറക്ടറി സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മൾ റിസീവ് ചെയ്യുന്ന ഫയൽ എവിടെ സേവ് ചെയ്യണം എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ. പിന്നെ നിങ്ങളുടെ ഡിവൈസ് നെയിമും പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ഓപ്റ്റിമൈസ്ഡ് ആണ്. നമ്മുടെ ആൻഡ്രോയിഡ് ആപ്പ് യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു രീതിയിലാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റിസീവിംഗ് ടേൺഡ് ഓഫ് എന്നാണ്. ഓക്കെ, അത് നമുക്ക് എനേബിൾ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഡിവൈസ് ഈസ് ഹിഡൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസീവ് ഫ്രം എവ്രി വൺ ഉണ്ട്, അല്ലെങ്കിൽ റിസീവ് ഫ്രം കോൺടാക്റ്റ്, അല്ലെങ്കിൽ റിസീവ് ഫ്രം യുവർ ഡിവൈസ് ഈസ് ഹിഡൻ. ഇപ്പം ഈ റിസീവ് ഫ്രം യുവർ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് സൈൻ ചെയ്തിട്ടുള്ള ഡിവൈസസിന് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു ഗൂഗിൾ അക്കൗണ്ട് സൈൻ ചെയ്തിട്ടുള്ള ഡിവൈസിൽ നിന്നാണ് വേണ്ടെങ്കിൽ റിസീവ് ഫ്രം എവരി വൺ കൊടുക്കുന്നതായിരിക്കും നല്ല ഓപ്ഷൻ, അത് കൊടുക്കാം. ഓക്കെ, അപ്പം റെഡി ടു റിസീവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കീപ്പ് എവരി മോഡ് ഓൾ ഓൺ ദിസ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡിഫാൾട്ട് ആയിട്ട് ഇത് തന്നെ സെറ്റ് ചെയ്യണമെന്നൊക്കെയാണ്. അത് വേണ്ട. നമുക്ക് ഈ ഒരു ഫോണിൽ വേറൊരു ഗൂഗിൾ അക്കൗണ്ടാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ എങ്ങനെയാണോ, അതിനായിട്ട് നമുക്ക് ഒരു ഫയൽ സെലക്ട് ചെയ്യണം. ആദ്യം ജസ്റ്റ് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ആ ഒരു ഫോട്ടോ ഞാൻ ഷെയർ ക്ലിക്ക് ചെയ്യാം. ഷെയർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിയർ ബൈ ഷെയർ എന്നൊരു ഓപ്ഷൻ കൊണ്ട് കാണാൻ പറ്റും. ആ നിയർ ബൈ ഷെയർ ക്ലിക്ക് ചെയ്യാം. നിയർ ബൈ ഷെയർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ലുക്കിംഗ് ഫോർ ഡിവൈസസ് എന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സംഭവം ചെയ്യുമ്പോൾ മാക്സിമം ആ ഒരു ഡിവൈസായിട്ട് അടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ PC-യുടെ പേരും അതുപോലെ തന്നെ എൻ്റെ ആ ഒരു PC കണക്ട് ചെയ്തിട്ടുള്ള ഫോണിൻ്റെ പേരും. ഓക്കെ, അതായത് ഈ ഒരു ഫോണും ഈ ഒരു PC-യും സെയിം അക്കൗണ്ടാണ് വന്നിട്ടുള്ളത്. ഇത് വേറൊരു അക്കൗണ്ടാണ്. അപ്പോൾ ഞാൻ ഫയൽ റിസീവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ഫറിൻ്റെ ആ റിക്വസ്റ്റ് വരും. നമുക്ക് ഫയൽ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് എന്തായാലും അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ തന്നെ ആയിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം ഭയങ്കര സ്പീഡിലായിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഫോട്ടോ ആയതുകൊണ്ടാണ് അങ്ങനെ. നമുക്ക് ജസ്റ്റ് ഒരു വലിയൊരു സൈസുള്ള ഒരു വീഡിയോ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3.7 GB ഒരു സൈസുള്ള ഫയലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. നമ്മുടെ PC സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. എനിക്ക് രണ്ടും ഒരേ സമയത്ത് ചെയ്യണം. അപ്പോൾ അക്സെപ്റ്റ് പിന്നെ പ്ലേ. നമുക്ക് നോക്കാം. 3 GB ഒരു വീഡിയോ ആണ് ഞാൻ ഫയൽ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നോക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു ടൈം എടുക്കും. നമുക്ക് അത്യാവശ്യം വലിയൊരു സൈസുള്ള ഫയൽ ആ ഒരു നിയർ ബൈ ഷെയർ വെച്ച് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. ഓക്കെ, നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക ഇതിന് വേണ്ടി തന്നെയായിരിക്കും. കാരണം ചിലപ്പോൾ ഒരു സിനിമ ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും വീഡിയോ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള സ്ലോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല സമയം എടുക്കും. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ പടപടാതെ നടക്കും. ഇവിടെ ഇത് അത്യാവശ്യം സ്ലോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ആ ഒരു ഗൂഗിളിൻ്റെ നിയർ ബൈ ഷെയർ സെറ്റപ്പ് ചെയ്യേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള സെറ്റപ്പാണ്. പിന്നെ യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ യൂസ്ഫുൾ ആണ്. ബാക്കി തേർഡ് പാർട്ടി ആപ്സിനെ വെച്ച് നോക്കുമ്പോൾ ആഡ്സ് ഇല്ല, അതുപോലെ തന്നെ ബ്രോഡ്ബേഴ്സ് ഇല്ല, ലാഗ് ഇല്ല. ഇത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ഓക്കെ, പിന്നെ എല്ലാ ആൻഡ്രോയിഡിലും ഇൻബിൾട്ട് ആയിട്ട് നിയർ ബൈ ഷെയർ വരുന്നതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ആൻഡ്രോയിഡിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. സ്ലോ ആണെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ആൻഡ്രോയിഡിൻ്റെ 14 സീരീസ് ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഒക്ടോബർ 4 അപ്പോൾ അതിനെപ്പറ്റി ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണാം, എവിടെയുണ്ട്. ഓക്കെ, പിന്നെ പിക്സൽ 8 സീരീസിൻ്റെ കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. എന്തായാലും കണ്ടു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.